ഈ തിരുവാതിര എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂളിലൊരു കാര്യമാണ് ഓർമ്മ വരുന്നത് കേട്ടോ. ഒരു 9ാം ക്ലാസ് പഠിക്കുമ്പോൾ കോൺവെന്റ് സ്കൂളായിരുന്നു. അന്നത്തെ അവിടെ ഹെഡ് മിസ്റ്റേഴ്സ് ഒരു സിസ്റ്റർ ആയിരുന്നേ. നമ്മുടെ നോർത്ത് കൊറിയയിലെ ചങ്ങായില്ലേ, അയാളുടെ ഒരു ലുക്കും സ്വഭാവം ഒക്കെ തന്നെ. കയ്യിലൊരു തോക്കില്ലാന്നേ ഉള്ളൂ, പകരം വടിയുണ്ടല്ലോ, അത് വെച്ചിട്ട് ആ പ്രയോഗങ്ങളൊക്കെ പുള്ളിക്കാരി നടത്തും. അപ്പൊ കലോത്സവ സമയം എന്തോ ആയിരുന്നു, തിരുവാതിരയുടെ നമ്മുടെ ബാച്ചിന്റെ പ്രാക്ടീസ് നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുമെന്തോ ആയിരുന്നു. കറക്റ്റ് ആയിട്ട് എനിക്ക് സ്റ്റോറി ഓർമ്മയില്ല, ബട്ട് സംതിങ് റിലേറ്റഡ് ടു കോൺവെന്റ് ഒക്കെ അല്ലേ. പിന്നെ പുള്ളിക്കാരിയൊക്കെ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഷീ ലൈക്ക് പ്രോബ്ലംസ്. അപ്പൊ എന്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ മതിൽക്കെട്ടിന് അപ്പുറത്തുനിന്ന് ഏതൊക്കെയോ ചെക്കന്മാര് കമന്റ് അടിച്ചു എന്നോ, ലൈക്ക് സംതിങ്. എനിവേ അന്നേ എനിക്കറിയാം ഇതൊരു ജുജുബി കാര്യമാണ്, ഇവരെന്തിനാ ഇത്ര സീനാ. എനിവേ പുള്ളിക്കാരി ഓഫീസിലേക്ക് വിളിക്കുന്നു, വീട്ടിലേക്ക് വിളിക്കുന്നു. പക്ഷെ പുള്ളിക്കാരി നൈസായിട്ട് പരിപാടി അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. അത് നല്ല വിഷമം ഉണ്ടാക്കി. അതുകൊണ്ടാണ് ആ ഒരു ഇൻസിഡന്റ് എനിക്ക് ഇത്രയെങ്കിലും ഓർമ്മയുള്ളത്. സ്റ്റേജിൽ ബാക്കി ബാച്ചിലെ പിള്ളേരൊക്കെ തിരുവാതിര കളിക്കുന്ന സമയത്തൊക്കെ നല്ല വിഷമമുണ്ടായിരുന്നു. എനിവേ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു ചെടി ഞാനിന്ന് വാങ്ങി. അപ്പൊ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇതും വാങ്ങിയ ട്രെയിനിൽ വരിക എന്നുള്ളതാണ് കേട്ടോ. ഹൗ വാസ് യുവർ